ായിരുന്നു. മിസ്അബിന്റെ വീട് ഭരിച്ചിരുന്നത് ഉമ്മയായിരുന്നു. വല്ലാതെ ദേഷ്യമുള്ള പെണ്ണാട്. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് വീട്ടിലെ ജോലിക്കാരൻ പോയി പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല വീട്ടിലെ ജോലിക്കാരെ കൊണ്ട് സ്വന്തം ഉമ്മ തല്ലിച്ചതയ്ക്കുകയാണ്. മിസ്അബ് തങ്ങളെ തല്ലിച്ചതച്ചിട്ട് വീടിനകത്ത് കെട്ടിയിടുകയാ, പട്ടിണിയിടുകയാ. അവസാനം പ്രിയമുള്ളവരെ, ഒരിക്കലും മിസ്അബ് റളിയല്ലാഹു തആല പടച്ചവരെ വീടിനകത്തിരുന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഉമ്മ പറയുന്നു, മിസ്അബേ നീ പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല മിസ്അബേ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുന്നു, മിസ്അബേ നീ എന്നിൽ നിന്ന് ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, മുഹമ്മദിന്റെ കൂടെ പോയി കഴിഞ്ഞാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരില്ല മിസ്അബേ. ഉമ്മ ചോദിക്കുകയാ, മിസ്അബേ എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുവോ മിസ്അബേ, എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുവോ മിസ്അബേ. ഉമ്മയോട് മിസ്അബ് തങ്ങൾ ചോദിക്കുകയാ, എനിക്ക് എത്ര കോടിയുടെ ആസ്തി ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഉമ്മ പറയുന്നു, മിസ്അബേ മക്കയുടെ പകുതിയും നിന്റെതാ മിസ്അബേ, മക്കയുടെ പകുതിയും നമ്മുടേതാണ് മിസ്അബേ. നീ ഇസ്ലാമിലേക്ക് പോയാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയാൽ നിനക്ക് എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല ഇട്ടിരുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ സൂരുകയാണ്, തന്റെ കമീസ് ഊരുകയാണ്. കമീസ് ഊരിയിട്ട് ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്നു, ഉമ്മ ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ, ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ. ഈ മിസ്അബിനൊന്നും വേണ്ട, എനിക്ക് പടച്ചവനെയാ വേണ്ടത്, എനിക്ക് എന്റെ റബ്ബിനെയാ വേണ്ടത്. മിസ്അബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ എന്തിനാ പ്രവാചകനെ കരഞ്ഞതെന്നറിയുമോ? 62 സ്ഥലത്ത് കീറിയിട്ട്, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്അബേ എന്തിനാ ഈ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുന്നത്? ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് എന്തിനാ മിസ്അബേ നടക്കുന്നത്? ചിരിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഓരോ സ്ഥലം കീറിയിട്ട് തച്ചു വെക്കുമ്പോഴും എനിക്ക് വല്ലാത്ത സന്തോഷവാരബിയേ. കാരണം മിസ്അബിന്റെ ഉപ്പയുടേതായിരുന്നു മദീന, മക്കയുടെ പകുതിയും എന്റെ ഉപ്പയുടെ സമ്പത്തായിരുന്നു. വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ, എന്റെ ഉമ്മ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ലല്ലോ, ഞാൻ പോയാലും ഒന്നും കൊണ്ടുപോകില്ലല്ലോ. അതുകൊണ്ട് നബിയേ എനിക്ക് സ്വർഗത്തിലെ സ്വർണം ധരിക്കാനാ, സ്വർഗത്തിലെ പട്ടുവസ്ത്രങ്ങൾ ധരിക്കാനാ ഇതുപോലെ നടക്കുന്നതെന്ന് പ്രവാചകന്റെ മുന്നിൽ വെച്ച് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഒരു ജനാസയും ചുമന്നുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് സഹാബി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ജനാസ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹാബി ചോദിക്കുമ്പോ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയാണ്. അല്ലാഹുവിന്റെ ചോദിക്കുന്നു, സഹാബാ എന്തേ കഫം പൊതിയാത്തതെന്തേ, എന്തേ കഫം പൊതിയാത്തതെന്തേ? യാ റസൂലല്ലാഹ് കഫം പൊതിയാ തുണി തികയുന്നില്ല നബിയേ. തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാണ്. മക്കയുടെ പകുതിയും സ്വന്തമായിട്ടുള്ള മിസ്അബ് റളിയല്ലാഹു തആല അല്ലാഹുവേ കഫം തുണി പോലും മയ്യത്ത് പൊതിയാറില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ തലമറച്ചിട്ട് കഫം പൊതി, സഹാബാ തലമറച്ചിട്ട്
കഫം പൊതി സഹാബ. എന്റെ പ്രിയമുള്ളവരെ, തലമറച്ചിട്ട് കഫം പൊതിയുകയാണ്. കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ, കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബ ആ കാണുന്ന പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ. പടച്ചവരെ, പുല്ല് പറിച്ചു കൊണ്ടുവരികയാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. അവസാനം ആ സഹാബിയുടെ കാലിൽ വെച്ച് കെട്ടുകയാണ്. ആ സഹാബിയുടെ കാലിൽ വെച്ച് കെട്ടുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കെട്ടങ്ങഴിയുകയാണ്. പുല്ലഴിഞ്ഞ് കബറിനകത്ത് വീടുകയാ, പുല്ലഴിഞ്ഞ് കബറിനകത്ത് വീടുകയാ. എല്ലാരും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂലിന്റെ താടിരോമം നിറഞ്ഞ് കണ്ണുനീര് ഭൂമിയിലേക്ക് വീഴുകയാണ്. കബറിനകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് സഹാബത്ത് കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അള്ളാന്റെ റസൂല് കരയുന്ന സഹാബത്തിനോട് അവിടുന്ന് പറയുന്നു, സഹാബ മരിച്ചാൽ ഇങ്ങനെ മരിക്കണം സഹാബ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹദ്ദാദ് നഗറിലെ മക്കളെ, മരിക്കുമ്പോ എങ്ങനെ മരിക്കണമെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എങ്ങനെ പോകണമെന്നറിയുവോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, വമിനന്നാസി മയ്യസിരി നഫ്സഹു ബതിഗാ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇങ്ങനെ പോകണം മോനെ. സ്വർഗം വിലയ്ക്ക് വാങ്ങിയിട്ട് തന്റെ ജീവിതവും തന്റെ സമ്പത്തും തന്റെ കുടുംബവും തന്റെ ശരീരവും എല്ലാം പടച്ച റബ്ബിന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങണം ചെറുപ്പക്കാരാ. പൊന്നുമോനെ, സ്വർഗം കണ്ട് മരിക്കണ്ടേ? പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് എന്റെ പ്രിയമുള്ളവരെ, സ്വർഗം കണ്ട് മരിക്കാൻ കഴിയുണ്ട്. മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുവോ? മരണവേദന സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുവോ? ഒരുപാട് പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചവളാണെന്ന് പറയുന്ന ഉമ്മ. പ്രസവ വേദന എന്താണെന്ന് ഈ ലോകത്ത് അത് അനുഭവിച്ചല്ല ഒരു പെണ്ണിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. എനിക്കും എന്റെ പ്രസവത്തിന്റെ സമയത്ത് വല്ലാത്ത വേദനയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പെണ്ണിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഈ വേദന അറിഞ്ഞ പെണ്ണ്, പ്രസവത്തിന് ഇത്ര വേദനയുണ്ടെങ്കിൽ മരണവേദന എത്ര വേദനയാവും. ഈ അനുഭവിച്ച നീ എന്തേ നന്നാകാത്തത്? ഈ അനുഭവിച്ച പ്രസവ വേദന അറിഞ്ഞ നീ എന്തേ പിന്നെയും ഇങ്ങനെ അധപ്പതിക്കാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണവേദന അറിയാതെ മരിക്കണ്ടേ പൊന്നുമോരെ? റബ്ബിയിൽ വിട പറയാ. ദിവസങ്ങൾ മാത്രം മാറ്റി നിൽക്കുമ്പോ, ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പൊന്നുമോനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലേക്കൊന്ന് കടന്നുപോ ചെറുപ്പക്കാരാ. ഒന്ന് ഓർക്കുന്നത് നല്ലതാണല്ലോ, ഒന്നോർക്കുന്നത് നല്ലതാണല്ലോ. നബിദിനം ആഘോഷിക്കാനുള്ള ദിവസമല്ല. എടാ, പ്രായപൂർത്തിയായവർക്ക് നബിദിനം ആഘോഷത്തിന്റെ ദിവസമല്ല. സ്കൂളിൽ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്കാണ് നബിദിനം ആഘോഷത്തിന്റെ ദിവസം. മറ്റുള്ളവർക്ക്, പ്രായപൂർത്തിയായവന് നബിദിനം ആഘോഷത്തിന്റെ ദിവസമല്ല, നന്നാകാനുള്ള ദിവസമാണ്, നന്നാകാനുള്ള ദിവസമാ. കാരണം അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വഫാത്തായ ദിവസമെന്ന അള്ളാന്റെ റസൂല് പോലും വഫാത്തായെങ്കിൽ പിന്നെ ഞാനാരാ? ഞാനും പള്ളിക്കുടിയിലേക്ക് പോകേണ്ടവനാണല്ലോ എന്ന ചിന്തയോടെ നന്നാകേണ്ട മാസമാണ് ചെറുപ്പക്കാരാ. റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ മസ്ജിദുൻ നബവിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം തുടങ്ങിയപ്പോ അവിടുന്ന് പറയുന്നു, ആയിഷ, എന്റെ
നിന്റെ ജനലിട്ടിരിക്കുന്ന കത്തനൊന്നു മാറ്റാ ആയിഷ ബീബി റളിയല്ലാഹു തആല കത്തം മാറ്റുകയാണ്. റബീഉൽ അവ്വൽ 12ന്റെ സുബ്ഹി നമസ്കാരം അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്. അവസാനം തഹയ്യാത്തിലിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ കത്തം തിരിച്ചിടാ. ആയിഷ ബീബി റളിയല്ലാഹു തആല കത്തം പിടിച്ചിട്ടു. നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, വീടിനകത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേര് റസൂലുള്ളാഹിന്റെ വീടിനകത്തിരിക്കുകയാ. പ്രവാചകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് സുബഹിന്റെ സമയത്ത് രോഗം കുറവായിരുന്നു. അവസാനം പെട്ടെന്ന് രോഗം കൂടി. അല്ലാഹുവിന്റെ റസൂൽ തളർന്നു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പനി പിടിച്ചിട്ട് തളർന്നു കിടക്കുകയാ. ഫാത്തിമ ബീബിയും ആയിഷ ബീബിയും രണ്ടുപേരും വീടിനകത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാ. വീടിന്റെ കവാടത്തില് അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവ ഇഫ്തഹിൽ ബാബ്. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതില് തുറക്കുവോ, വാതില് തുറക്കുവോ. വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയുന്നു, മനുഷ്യ, അല്ലാഹുവിന്റെ റസൂലിന് രോഗം കൂടുതലാ. എന്റെ ഉപ്പയ്ക്ക് സംസാരിക്കാ കഴിയില്ല, എന്റെ ഉപ്പയ്ക്ക് എഴുന്നേക്കാ കഴിയില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വരാൻ പറയുകയാണ്. പക്ഷേ കുറച്ചു സമയം കഴിയുമ്പോ വീണ്ടും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവ ഇഫ്തഹിൽ ബാബ്. രണ്ടാമതും വാതിൽ തുറക്കാൻ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ പടിതിലൂടെ നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ, ഒരു മനുഷ്യനെ കാണുകയാ. അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് നിങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു വരിക. കുറച്ച് സമയം കഴിഞ്ഞപ്പോ വീടും മൂന്നാമതും വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ബോധം വന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ ഫാത്തിമ സലാം പറയുന്നത്? ആരാ ഫാത്തിമ സലാം പറയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്ന് പറയുന്നു, ഉപ്പോ, ഇന്ന് വരെ ആ മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ. ആ മനുഷ്യനെ കണ്ടിട്ട് പേടി തോന്നുകയാണ്. ഫാത്തിമ ബീബി പറഞ്ഞു തീരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വാതില് തുറക്ക് ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടം തുറക്കുമ്പോ സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, അത് അസ്റായിലാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായിലിനെ കണ്ടിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഹദ്ദാദിന്റെ മജ്‌ലിസ്, ഹദ്ദാദിന്റെ സ്വർഗ്ഗത്തോപ്പിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂർ തെറ്റ് ചെയ്യുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ. ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കാണുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, കൈകൊണ്ട് പിടിക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഇന്നത്തെ ദിവസം എത്ര വഖത്ത് കളയാക്കിയവരുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് ഓതി എത്ര പേരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് പറഞ്ഞ എത്ര പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാ അസ്റായിൽ കടന്നു വരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്റായീൽ എന്നെ സന്ദർശിക്കാമെന്നതാണോ? എന്നെ സന്ദർശിക്കാമെന്നതാണോ? അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, 2 കാര്യങ്ങൾക്ക് നബിയേ,
ഒന്ന് രോഗസന്ദർശനം നടത്താൻ, രണ്ട് അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, അസ്റായീൽ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കാഗ്രഹമുണ്ട്, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ വരുമ്പോ ഒന്നാം ആകാശത്തിൽ നിന്ന് കരയുന്നത് കണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു കൊണ്ടുവരാ പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, ഞാൻ ചിരിച്ചപ്പോഴും കരഞ്ഞപ്പോഴും നീ എന്റെ കൂടെയുണ്ടായിരുന്നല്ലോ, എപ്പോഴും എന്റെ കൂടെയുണ്ടായിരുന്ന ജിബ്രീൽ, എന്നെ എന്തേ യാത്രയാക്കാൻ വരാത്തത്? എന്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഈ അവസാനം എന്റെ കൂടെയൊന്ന് നിൽക്കാത്തത് എന്തേ ജിബ്രീൽ? അവിടുന്ന് പറയുന്നു, നബിയേ, ഈ കാഴ്ച കാണാ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അസ്റായീലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ ജിബ്രീൽ? എനിക്കൊന്ന് സന്തോഷത്തോടെ മരിക്കാരാ, ഈ ലോകത്ത് നിന്ന് പോകുമ്പോ സന്തോഷത്തോടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെയും നിങ്ങളുടെയും കുറിച്ച്, നമ്മളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പെങ്ങാട് അങ്ങയുടെ സമുദായം തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും നബിയേ. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് മുമ്പ് അങ്ങയുടെ സമുദായം തൗബ ചെയ്താലും പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായീലേ, റൂഹ് പിടിക്ക അസ്റായീൽ, റൂഹ് പിടിക്ക അസ്റായീൽ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അസ്റായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ, അസ്റായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെ കോടി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചാടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്തിട്ട് തന്റെ മടിത്തട്ടിൽ വെക്കുകയാ. പെങ്ങളെ, പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറയുന്നു, അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായീൽ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകരോട് മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ പേരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഒരാളുടെ റൂഹ് പിടിച്ചപ്പോ പോലെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാളും പതുക്കെ റൂഹ് പിടിക്കാ, ഇതിനെക്കാളും പതുക്കെ റൂഹ് പിടിക്കാ എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നുണ്ട്, തിരിച്ചും മറിഞ്ഞും കിടക്കുന്നുണ്ട്, ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ,
ആയിഷാ ബീബി റളിയല്ലാഹു തആല വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം തുടച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീബിയുടെ മടിയിൽ കിടന്നിട്ട് അവിടെന്ന് പറയുന്നു, ആയിഷാ ഇന്നലിൽ മൗതി ലസകറാ, ഇന്നലിൽ മൗതി ലസകറാ. ആയിഷാ മരണത്തിന് വല്ലാത്ത വേദനയാ. ആയിഷാ തയ്യാറെടുക്കണേ ആയിഷാ, ദുആ ചെയ്യണേ ആയിഷാ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, നമ്മളോട് പറഞ്ഞു തരാ, നമ്മളോട് പറഞ്ഞു തരാ, നമുക്കൊരു മുന്നറിയിപ്പ് തരാൻ. അവിടെന്ന് പറയുന്നു, ആയിഷാ മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷാ. പടച്ചവനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. ചാടി എഴുന്നേൽക്കുകയാ, ചാടി എഴുന്നേൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ റസൂല് ചാരിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ, പെങ്ങളെ അങ്ങനെ ഒരു ഭാഗ്യം വേണം പൊന്നുമോള്. ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആയിഷയുടെ മടിയിൽ കിടന്ന വഫാത്താകുന്നത്. അന്ന് ആയിഷാ ബീവിക്ക് 18 വയസ്സാ പ്രായം. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുമ്പോ ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. തന്റെ ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ, കയ്യിലേക്ക് നോക്കുകയാ. ആയിഷാ ബീവിക്ക് മനസ്സിലായി ആ സഹാബിയുടെ കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി. ഒരൊറ്റ നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയണം പെങ്ങള്. ആയിഷാ ബീവി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. പ്രവാചകന് പല്ല് തേക്കാൻ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുന്നില്ല. പ്രവാചകന് സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. കാരണം മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാ. ആ സമയമുണ്ടല്ലോ, ആയിഷാ ബീവി റളിയല്ലാഹു തആല മിസ്വാക്ക് എടുത്ത് തന്റെ വായിലേക്ക് വെച്ചിട്ട് ചവയ്ക്കാൻ തുടങ്ങി. മിസ്വാക്ക് തന്റെ വായിലേക്ക് വെച്ചിട്ട് പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് കൊച്ചുകുട്ടികളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ചാരി വെച്ചിട്ട് അല്ലാഹുവേ, ആയിഷാ ബീവി പല്ല് തേച്ച് കൊടുക്കുകയാ. പല്ല് തേച്ച് കൊടുത്തു. റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്തെത്തി. പെങ്ങൾ ആ സമയത്താണ് ലോകത്തിന്റെ നേതാവിന്റെ വളർത്തു മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനുണ്ടല്ലോ, വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാ. വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാ. ആ സമയം ആയിഷാ ബീവി പറയുകയാ, മിസ്വാക്ക് പിടിക്കാൻ പോലും, അല്ലാഹുവേ, മിസ്വാക്ക് പിടിക്കാൻ പോലും ചലിക്കാത്ത കൈയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് കൈ ഉയർത്തുകയാ. അല്ലാഹുവിന്റെ റസൂല് കൈ ഉയർത്തുകയാ. ലോകത്തിന്റെ നേതാവ് 2 കൈയും ഉയർത്തിയിട്ട് തന്റെ വളർത്തു മകനോട് കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് കാണിക്കുകയാ. മോനെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ. അല്ലാഹു എന്നോട് കരുണ കാണിക്കാ, അല്ലാഹു എന്നോട് കരുണ കാണിക്കാ. മരണവേദന സഹിക്കാ കഴിയുന്നില്ല മോനെ, ഈ ഉപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ?
അള്ളാന്റെ റസൂല് പോലെ മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നു കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കടന്നു വന്നവരെ എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. വാലിന്റെ സദസ്സിലാടോ, പോകുന്ന വഴിയിലാടോ, വീട്ടിൽ പോയി കിടക്കുന്ന സമയത്താടോ, പള്ളിക്കകത്ത് വെച്ചാടോ, എപ്പോഴാണെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല. എപ്പോഴായാലും അസ്റായില് വരുമല്ലോ. അള്ളാന്റെ റസൂല് പോലെ മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞെങ്കില് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുമോനെ. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? രണ്ട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്താ മരണവേദന അള്ളാഹു കുറച്ചു തരികയാ. മരണവേദന അള്ളാഹു കുറച്ചു തരികയാ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്റെ വാത് നിർത്തുകയാണ്. രണ്ട് കാര്യം പറഞ്ഞ് വാത് നിർത്തുകയാ. ആരെങ്കിലും രണ്ട് കാര്യം തന്റെ ജീവിതത്തിൽ ചെയ്താ അവന്റെ മരണവേദന അള്ളാഹു കുറച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് തന്നിട്ട് പോയ ഒരു മുന്നറിയിപ്പ്, മോനെ മരണവേദന വല്ലാത്ത വേദനയാ, അതുകൊണ്ട് അതിന് തയ്യാറെടുക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. രണ്ട് കാര്യം മരണവേദന കുറച്ച് കിട്ടാൻ രണ്ട് കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്താൻ സമയമായപ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് തുടങ്ങി. നിർത്താൻ സമയമായി 11 മണിയായി. 10:30 നിർത്താന്ന് പറഞ്ഞ് അരമണിക്കൂർ കൂടി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് എന്തായാലും തിരുവനന്തപുരത്ത് വന്നതല്ലേ, എന്തായാലും വന്നു, എന്തായാലും നിന്നു. ഇപ്പൊ കൂടിയാലും കുറച്ചും കൂടിയാലും എന്ത് കുറഞ്ഞാലും എന്ത്, എന്തായാലും ഒരു രണ്ട് കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം. ഇരിക്കൂ. പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈപൊക്കിക്ക്. കയ്യിൽ കാപ്പി ഉള്ളത് കൊണ്ടായിരിക്കും പൊക്കാത്ത. ബാക്കിലിരിക്കുന്നവരുടെ കയ്യിലൊക്കെ കാപ്പി ഉള്ളത് കൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണസമയത്ത് മരണവേദന കുറച്ച് കിട്ടണമെങ്കിൽ രണ്ട് കാര്യം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ. 6 അടി നീളത്തിൽ ഞാനിവിടെ നിൽക്കുന്ന റോഡിലോട്ട് നോക്കണേ എന്തിനാ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കപ്പറ. അള്ളാഹുവേ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് മരണവേദന കുറച്ച് കിട്ടുന്ന രണ്ട് കാര്യം ചെയ്യാമെന്ന് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. പറ ഇൻഷാ അല്ലാഹ്. പോരാ, ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ട് ഇതിനെക്കാരും നല്ലപോലെ വിളിക്കാറിയാം അല്ലേ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പരിപാടി പോകുമ്പോ വിളിക്കാൻ ഭയങ്കര ശബ്ദം. നല്ല കാര്യത്തിന് പുറകോട്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ നിന്നങ്ങ് മരിച്ചാൽ പേടിയൊന്നുമില്ല. ഈ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിൽ വെച്ച് അങ്ങ് മരിച്ചുപോയാൽ എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങ് പോയാൽ പോകും. 2.25 വയസ്സുള്ള എന്റെ മകനെ കുറിച്ച്, എന്റെ ഭാര്യയെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തേ? ഇപ്പൊ നമ്മുടെ പള്ളിയിലെ പ്രസിഡന്റിന് എത്ര വയസ്സുണ്ട് ഇപ്പൊ? എനിക്ക് 29 വയസ്സ്, 30 വയസ്സ്. പ്രസിഡന്റിന് 60 വയസ്സ്. എന്നെക്കാളും 10-25 വയസ്സ് കൂടുതലാ പ്രസിഡന്റിന്. എന്നെക്കാളും 25 വയസ്സല്ലെങ്കിൽ 30 വയസ്സ് കൂടുതലുണ്ട് പ്രസിഡന്റിന്. ഇന്ന് രാത്രി ഞാൻ മരിച്ച 15 കൊല്ലം ഞാൻ ചെയ്തത് പറഞ്ഞാൽ എന്നെ അല്ലാഹ് സ്വർഗത്തിൽ കയറ്റിവിടും. ഈ മനുഷ്യനാണെങ്കിലും എന്നെക്കാളും 30 കൊല്ലം എക്സ്ട്രാ പറയേണ്ടവര്. അപ്പൊ പിന്നെ നേരത്തെ പോണല്ലേ നല്ലത്. ഇവിടെ കടന്നിട്ട് എന്ത് കിട്ടാനാ? ഈ സദസ്സീരിന് ചിരിക്കണ നീ ചിന്തിക്ക. നിന്റെ മോൻ മരിച്ച ദുആ ചെയ്യോ? നിനക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറ. ചങ്കൂറ്റത്തോടെ 100% ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയോ നീ മരിച്ച നിന്റെ മോൻ ദുആ ചെയ്യോ? ഇല്ല മനുഷ്യ,
ഇല്ല മനുഷ്യ. ഇന്നത്തെ കാലം ഇങ്ങനാണെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിന്റെ മകനൊക്കെ ഇല്ലേ. നമ്മുടെ കാലം എന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കൊരു പ്രതീക്ഷയും വേണ്ട, ദുആ ചെയ്യാനല്ലാതെ വേറൊന്നും കഴിയില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ച് മരിച്ചാലും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമോ? മരണം മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമോ? പറ മനുഷ്യന്മാരെ, പറ്റുമോ? ഒരാളുടെ മരണം എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇന്ന ദിവസമാണെന്ന് അറിയാൻ കഴിയില്ല. ഞാൻ ഇന്ന ദിവസം മരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ മരണം എത്തിയോ എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളെന്തപ്പോ ഇങ്ങനെ ഇരിക്കണം? വല്ല വഴിയുണ്ടോ? ഒന്ന് കുലുക്ക്, തലയെങ്കിലും ഒന്ന് കുലുക്ക്. ഉണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ഉണ്ടോ? എന്താ വഴി? നമ്മുടെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? വഴിയുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. നിങ്ങളൊക്കെ മരണം അടുത്തോ എന്നറിയാൻ വഴിയുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ വഴി? പറഞ്ഞുതരട്ടെ, വഴി പറഞ്ഞുതരട്ടെ. കേൾക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കൈപൊക്കിക്കെ. ഞാൻ പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. മോനെ, പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ? 6 അടി മണ്ണിനകത്ത് നിന്റെ കൊട്ടാരം കളഞ്ഞിട്ട് മണ്ണറയിലേക്ക് പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. കാപ്പി കൊടുപ്പ് തീർന്നില്ലേ? ഇപ്പൊ ഇതിങ്ങനെ വയല് തീരുന്നവരിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. കുടിച്ചുകൊണ്ടിരിക്കുക. നടക്കട്ടെ, അൽഹംദുലില്ലാ. അള്ളാഹു ഹൗദുൽ കൗസറിലെ വെള്ളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ജമാഅത്തിന്റെ വകയാ? നാട്ടുകാരുടെ വക? പിരിവിന്റെ സമയത്ത് കാണണം നിങ്ങൾ ഇവിടെ കേട്ട. എന്റെ പ്രിയമുള്ളവരെ, മരണം എത്തിയോ എന്നറിയാൻ 3 വഴി. ഒന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിന്റെ തലയിലും താടിയിലും നോക്കുക. നിന്റെ തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാനും ഒരു വെളുത്തത് കണ്ട തയ്യാറെടുത്തോ എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ ഒരു വെളുത്തത് കണ്ട പോകാൻ സമയം അടുത്തു എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അത് വെട്ടിക്കളഞ്ഞാലും പിഴുതു കളഞ്ഞാലും ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാലും നീ പെയിന്റ് അടിച്ച് നടന്നാലും മരണത്തിന്റെ അടയാളമാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ സദസ്സില്? ഇല്ലേ? എല്ലാവർക്കും നരച്ചു കഴിഞ്ഞു. 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ. നിത്യമായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ബിപി, തൈറോയ്ഡ്, ഇങ്ങനെ രോഗങ്ങൾ നിത്യമായിട്ടുള്ള. ചോറുണ്ട് കഴിയുമ്പോൾ സ്പെഷ്യലായിട്ട് കുറച്ച് ടാബ്ലറ്റ് വാരി തിന്നാൻ.